നമസ്കാരം. സെൻറ് മേരീസ് ഓർഫനേജ് വൊക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ പ്രൈവറ്റ് ITI കാച്ചേരി തൃശ്ശൂർ ഫിറ്റർ ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദനൻ, ഫിറ്റർ ട്രേഡ് ഇൻസ്ട്രക്ടർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ് ഇൻ സെൻറ്റർ ലെയ്ത്ത്. പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ്. The principle of thread cutting involves producing a uniform helical groove on a cylindrical surface by rotating the job at a constant speed and moving the tool longitudinally at a rate equal to the pitch of the thread per revolution of the job. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ത്രെഡ് കട്ടിംഗ് എന്ന് പറയുന്നത് the principle of thread cutting involves പ്രൊഡ്യൂസിങ് എ യൂണിഫോം ഹെലിക്കൽ ഗ്രൂവ്. യൂണിഫോമായിട്ട് ഒരേ കൃത്യമായിട്ടുള്ള ഒരേ സ്പേസിൽ ഹെലിക്കൽ ഗ്രൂവ്, സ്പൈറൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. സ്പൈറൽ അല്ലെങ്കിൽ ഒരു ഹെലിക്കൽ ഗ്രൂവിനെ ഒരു സിലിണ്ടറിക്കൽ സർഫസിൽ കട്ട് ചെയ്യുകയാണ് ശരിക്കും ത്രെഡിങ് എന്ന് പറയുന്നത്. അതെങ്ങനെ ചെയ്യുന്നു? ബൈ റൊട്ടേറ്റിംഗ് ദ ജോബ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ജോബിനെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ആൻഡ് മൂവിങ് ദ ടൂൾ ലോഞ്ചിറ്റ്യൂഡിനലി. ടൂളിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത് വൈസ് ആയിട്ട് അറ്റ് എ റേറ്റ് ഈക്വൽ ടു ദ പിച്ച് ഓഫ് ദി ത്രെഡ്. നമുക്ക് എത്ര പിച്ചിൻ്റെ ത്രെഡാണോ കട്ട് ചെയ്യേണ്ടത് ആ റേറ്റിന് ഈക്വൽ ആയിട്ടായിരിക്കും നമ്മൾ ടൂളിനെ മൂവ് ചെയ്യിക്കുന്നത് പെർ റെവല്യൂഷൻ ഓഫ് ദി ജോബ്. ജോബ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ. The cutting tool moves with the lathe carriage by the engagement of a half nut with the lead screw. ഹാഫ് നട്ട് എന്ന് പറയുന്നൊരു സംവിധാനം അതിനകത്തുണ്ട്. അതിനെ ലീഡ് സ്ക്രൂവുമായിട്ട് എൻഗേജ് ചെയ്യിച്ചിട്ടാണ് ക്യാരേജിലുള്ള കട്ടിംഗ് ടൂളിനെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ക്യാരേജിൻ്റെ മുകളിൽ ടൂൾ പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ മുകളിലാണ് കട്ടിംഗ് ടൂൾ ഇരിക്കുന്നത്. ആ കട്ടിംഗ് ടൂളിനെ മൂവ് ചെയ്യിക്കുന്നതിന് മുൻപായിട്ട് ഇതിനകത്തുള്ള ഹാഫ് നെറ്റിനെ ലീഡ് സ്ക്രൂവുമായിട്ട് എൻഗേജ് ചെയ്യും. ദ ഷേപ്പ് ഓഫ് ദ ത്രെഡ് പ്രൊഫൈൽ ഓൺ ദ വർക്ക് ഇസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ദ ടൂൾ ഗ്രൗണ്ട്. അപ്പോൾ ത്രെഡ് പല ഷേപ്പിൽ പല പ്രൊഫൈൽ ത്രെഡുകളുണ്ട്. വി ത്രെഡ് ഉണ്ട്, സ്ക്വയർ ത്രെഡ് ഉണ്ട്. അപ്പോൾ അതിനാണ് ത്രെഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്, ത്രെഡിൻ്റെ ആകൃതി. അപ്പോൾ ആ ആകൃതിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ കട്ടിംഗ് ടൂളിനെ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. പാർട്സ് ഇൻവോൾവ്ഡ് ഇൻ ത്രെഡ് കട്ടിംഗ്. ത്രെഡ് കട്ടിങ്ങിൽ ലെയ്ത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പറയണത്. ഫിഗേഴ്സ് 1 and 2 ഇല്ലസ്ട്രേറ്റ് ഹൗ ദ ഡ്രൈവ് ഈസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ സ്പിൻഡിൽ ടു ദ ലീഡ് സ്ക്രൂ ത്രൂ എ ചേഞ്ച് ഗിയർ അറേഞ്ച്മെൻറ്റ്. ഫിഗർ 1, 2 കാണിച്ചിട്ടുള്ളത് ഒരു ഡ്രൈവിനെ സ്പിൻഡിലിൽ നിന്ന് ലീഡ് സ്ക്രൂവിലേക്ക് ചേഞ്ച് ഗിയർ വഴി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചിരിക്കുന്നു. ഫിഗർ 1 ഇടതുവശത്ത് കാണുന്ന ഫിഗർ നോക്കാം. അപ്പോൾ അതിൽ ഗിയറുകളുടെയൊക്കെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലത്തെ ഗിയറിൻ്റെ പേര് ഗിയർ ഫിക്സഡ് ഓൺ സ്പിൻഡിൽ, അതിനെ സ്പിൻഡിൽ ഗിയർ എന്നറിയപ്പെടുന്നു. അതിൻ്റെ താഴെ 2 ഗിയറുകൾ കാണാം, അത് ടംബ്ലർ ഗിയറാണ്. അതിൻ്റെ തൊട്ട് താഴെ സ്റ്റഡ് ഗിയർ, ഇതാണ് ഡ്രൈവർ ഗിയർ. അതിൻ്റെ താഴെയുള്ള ഗിയർ ഇഡ്ലർ ഗിയർ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗിയർ എന്ന് പറയുന്നു. അതിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് ലീഡ് സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ഗിയർ. ഇത്രയാണ് ഇതിനകത്ത് വരുന്ന ഗിയർ സിസ്റ്റം. അപ്പോൾ സ്പിൻഡിലിൽ നിന്ന് ഒരു ഡ്രൈവിനെ ലീഡ് സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഫിഗർ 2 നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സ്പിൻഡിൽ ഗിയർ ഏറ്റവും മുകളിൽ, അതിൻ്റെ താഴെ 2 ടംബ്ലർ ഗിയർ, പിന്നെ സ്റ്റഡ് ഗിയർ, ഇഡ്ലർ ഗിയർ, ലീഡ് സ്ക്രൂ. ഗിയറിൻ്റെ സെപ്പറേറ്റ് ആയിട്ടൊരു ഫിഗറാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ പറയുന്നു ഫ്രം ദ ലീഡ് സ്ക്രൂ ദ മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ കാരേജ് ബൈ എൻഗേജിങ് ദ ഹാഫ് നട്ട് വിത്ത് ദ ലീഡ് സ്ക്രൂ. അപ്പം നമുക്ക് നേരത്തെ പറഞ്ഞു സ്പിൻഡിലിൽ നിന്ന് ഒരു മോഷനെ ലീഡ് സ്ക്രൂവിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം.
ഇപ്പോൾ ത്രെഡ് കട്ട് ചെയ്യണമെങ്കിൽ കാരേജിലേക്ക് എത്തണം ആ മൂവ്മെൻറ്റ്. കാരേജിലാണ് നമ്മുടെ ടൂൾ പോസ്റ്റ് ഇരിക്കുന്നത്, ടൂൾ പോസ്റ്റിലാണ് നമ്മുടെ ടൂൾ ഇരിക്കുന്നത്. അപ്പോൾ കാരേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ലീഡ് സ്ക്രൂവിനെ കാരേജുമായിട്ട് ബന്ധപ്പെടുത്തണം. അപ്പോൾ അതിനൊരു ഹാഫ് നെറ്റ് അവിടെയുണ്ട്. ഫ്രം ദ ലീഡ് സ്ക്രൂ ദ മോഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ കാരേജ്. ലീഡ് സ്ക്രൂവിൽ നിന്നും ഈ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ മോഷനെ കാരേജിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് അവിടെ ഒരു ഹാഫ് നെറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹാഫ് നെറ്റിനെ ലീഡ് സ്ക്രൂവുമായിട്ട് എൻഗേജ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ ത്രെഡ് കട്ടിങ്ങിൽ ത്രെഡ് കട്ട് ചെയ്യുന്നത്. ഡെറിവേഷൻ ഓഫ് ഫോർമുല ഫോർ ചേഞ്ച് ഗിയർ. അപ്പോൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പിച്ചിൽ ത്രെഡുകൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂ 4 mm പിച്ചാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 mm മാത്രമുള്ള 4 mm പിച്ചുള്ള ത്രെഡുകൾ മാത്രമല്ല കട്ട് ചെയ്യേണ്ടി വരിക, അതിലും കുറവുള്ളതും കൂടുതലുള്ളതും കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഗിയറുകളെ മാറ്റി പിടിപ്പിക്കേണ്ടതായിട്ട് വരും. അതിനാണ് ചേഞ്ച് ഗിയർ യൂണിറ്റ് എന്ന് പറയുന്നത്. അതിന് ചേഞ്ച് ഗിയർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കേസ് 1, ടു കട്ട് 4 mm pitch thread on the job in a lathe having lead screw of 4 mm pitch. 4 mm പിച്ചുള്ള അല്ലെങ്കിൽ 4 mm പിച്ചുള്ള ലീഡ് സ്ക്രൂ ഉള്ള ലെയ്ത്തിൽ നമുക്കൊരു 4 mm പിച്ച് ത്രെഡ് കട്ട് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ പറയണം, വെൻ ദ ജോബ് റൊട്ടേറ്റ്സ് വൺസ്, ജോബ് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ദ ലീഡ് സ്ക്രൂ ഷുഡ് മേക്ക് 1 revolution ടു മൂവ് ദ ടൂൾ ബൈ 4 mm. ജോബ് ഒരു പ്രാവശ്യം കറങ്ങണു. അപ്പോൾ അങ്ങനെ കറങ്ങുമ്പോൾ ലീഡ് സ്ക്രൂയും ഒരു റവല്യൂഷൻ കറങ്ങണം. പക്ഷേ ടൂളിനെ 4 mm നീക്കണം. നമുക്ക് വേണ്ടത് 4 mm പിച്ചുള്ള ത്രെഡാണ്. പിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ് തൊട്ട് അടുത്ത ത്രെഡും വരെ. അപ്പോൾ ഒരു ത്രെഡ് കഴിഞ്ഞാൽ 4 mm നീങ്ങാൻ പാടുള്ളൂ ഒറ്റ റൊട്ടേഷനിൽ. ഹെൻസ് ലീവ് ദ സ്റ്റഡ് ഗിയർ. അപ്പോൾ നേരത്തെ പറഞ്ഞു സ്റ്റഡ് ഗിയർ എന്ന് പറഞ്ഞു, അത് ഡ്രൈവർ ഗിയറാണ്. അപ്പോൾ അതിന് 50 ടീത്ത് ഉള്ളൊരു വീലാണ്. അപ്പോൾ ദ ലീഡ് സ്ക്രൂ ഷുഡ് ബി ഫിക്സഡ് വിത്ത് എ ഗിയർ ഓഫ് 50 ടീത്ത്. അപ്പോൾ ലീഡ് സ്ക്രൂവുമായിട്ട് പിടിപ്പിച്ചിട്ടുള്ള ഗിയറിനും 50 ടീത്ത് തന്നെ വേണം. അപ്പോൾ ടു ഗെറ്റ് ദ സെയിം നമ്പർ ഓഫ് റവല്യൂഷൻ ആസ് പെർ ദ സിമ്പിൾ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സെയിം റവല്യൂഷനാണ് സ്പിൻഡിൽ കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് 4 mm പിച്ചുള്ള ത്രെഡ് കിട്ടും. കേസ് 2, ടു കട്ട് 2 mm pitch thread instead of 4 mm in the same length. 4 mm പിച്ചുള്ള ലീഡ് സ്ക്രൂ ഉള്ള 4 mm പിച്ചിൻ്റെ ലീഡ് സ്ക്രൂ ഉള്ള ലെയ്ത്തിൽ നമുക്ക് 2 mm പിച്ചുള്ള ത്രെഡ് കട്ട് ചെയ്യണം. നേരത്തെ നമ്മൾ 4 mm കട്ട് ചെയ്തത്. 4 mm തന്നെയാണ് ലീഡ് സ്ക്രൂവിൻ്റെയും പിച്ച്. അപ്പോൾ അവിടെ നമ്മൾ ഡ്രൈവർ ടീത്ത് 50 ടീത്തുള്ള ഗിയർ പിടിപ്പിച്ചു, ഡ്രിവണും 50 ടീത്തുള്ള ഗിയർ പിടിപ്പിച്ചു. ഇവിടെ പറയണു, വെൻ ദ ജോബ് മേക്സ് 1 rotation the lead screw should rotate half revolution so that the lead screw rotation is slower. ഇവിടെ ജോബ് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ ലീഡ് സ്ക്രൂ ഹാഫ് റവല്യൂഷനെ കറങ്ങുള്ളൂ. അതിനുള്ള കാരണം ഇവിടെ നമ്മൾ ഡ്രൈവർ ഗിയർ 50 ടീത്തിൻ്റെ പിടിപ്പിച്ചു. അടിഭാഗത്ത് ലീഡ് സ്ക്രൂവിലുള്ള ഡ്രിവൺ വീലിൽ 100 ടീത്താക്കി. അപ്പോൾ ജോബ് ഒരു പ്രാവശ്യം തിരിയുമ്പോൾ ലീഡ് സ്ക്രൂ ഹാഫ് റവല്യൂഷനെ അതിൻ്റെ പകുതിയെ കറങ്ങുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ therefore the driven wheel lead screw gear should be 100 teeth if the driver is 50. ഡ്രൈവർ 50 ടീത്തും ഡ്രിവൺ 100 ടീത്തും നമ്മളിവിടെ ഹാഫ് കറങ്ങുക. അങ്ങനെയാണ് 2 mm പിച്ച് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് സാധിക്കുക. കേസ് 3 നോക്കാം. If we have to cut 8 mm pitch thread on a job with 4 mm lead screw pitch. 4 mm ലീഡ് സ്ക്രൂ പിച്ചുള്ള ലെയ്ത്തിൽ നമുക്ക് 80 mm പിച്ച് ഉള്ള ത്രെഡ് കട്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണം നോക്കാം. ദ ടൂൾ ഷുഡ് മൂവ് 8 mm പെർ റെവല്യൂഷൻ ഓഫ് ദി ജോബ്. ടൂള് ഒരു കറക്കത്തിൽ, അതായത് ജോബിലേക്ക്
80 mm per revolution എന്ന് വരണം. The lead screw should rotate 2 revolution when the job makes 1 rotation. അപ്പോൾ ലീഡ് സ്ക്രൂ ജോബ് കറങ്ങേണ്ട ഡബിൾ കറങ്ങണം. മേക്കിംഗ് ദ ലീഡ് സ്ക്രൂ ടു റൺ ട്വൈസ് ആസ് ഫാസ്റ്റ് ദ സ്പിൻഡിൽ. സ്പിൻഡിൽ കറങ്ങണേക്കാട്ടിലും ട്വൈസ് ആയിട്ട് ലീഡ് സ്ക്രൂ കറങ്ങണം. അങ്ങനെ വരുമ്പോൾ സോ ദ ഡ്രിവൺ വീൽ ലീഡ് സ്ക്രൂ ഗിയർ ഷുഡ് 25 ടീത്ത്. അപ്പോൾ നമ്മൾ ലീഡ് സ്ക്രൂ ഗിയർ ഡ്രൈവിന് 25 ടീത്തുള്ള ഗിയർ പിടിപ്പിച്ചാൽ മതി. ഇതാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. ഡ്രൈവർ ഗിയർ 50ഉം ഡ്രിവൺ ഗിയർ ലീഡ് സ്ക്രൂവിൽ പിടിപ്പിച്ചിട്ടുള്ള ഗിയർ 25 ആക്കുമ്പോൾ നമുക്ക് 80 mm ഉള്ള പിച്ച് 80 mm പിച്ചുള്ള ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Solved examples. Find the change gears required to cut a 3 mm pitch on a job in a lathe having a lead screw of 6 mm pitch. അപ്പോൾ നമ്മുടെ ലെയ്ത്തിൻ്റെ ലീഡ് സ്ക്രൂവിൻ്റെ പിച്ച് 6 mm ആണ്. കട്ട് ചെയ്യേണ്ടത് 3 mm ആണ്. അപ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ട്. നിങ്ങൾ ആ പേജ് കൂടി എടുത്ത് വയ്ക്കണം. ഫിറ്റർ ഫസ്റ്റ് ഇയറിൻ്റെ ട്രേഡ് തിയറി ടെസ്റ്റിൽ 159 പേജാണ്. 58-59 പേജിലായിട്ടാണ് അത് കിടക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കട്ടിങ് സ്ക്രൂ ത്രെഡ്. അപ്പോൾ അതൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്. ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഡ്രൈവർ ബൈ ഡ്രിവൺ ആണ്. ഈക്വൽ ടു ലീഡ് ഓഫ് വർക്ക് ബൈ ലീഡ് ഓഫ് ലീഡ് സ്ക്രൂ. ഡ്രൈവർ ബൈ ഡ്രിവൺ ആണ്. അപ്പോൾ റേഷ്യോ ഇസ് ഈക്വൽ ടു ഡ്രൈവർ ഇസ് ഈക്വൽ ടു ലീഡ് ഓഫ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യേണ്ട പിച്ച് എങ്ങനത്തെ പിച്ചാണ് കട്ട് ചെയ്യേണ്ടത്, അതായത് പിച്ച് ടു കട്ട് ബൈ പിച്ച് ടു ലീഡ് സ്ക്രൂ അങ്ങനെ വരിക. ഇവിടെ എഴുതിൻ്റെത് ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് 3/6 ആണ്. ഇസ് ഈക്വൽ ടു 3 × 20 ആൻഡ് 6 × 20. 20 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗിയറാണ്. അപ്പോൾ ആ റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള ഗിയർ നമ്മൾ സെലക്ട് ചെയ്യാണ്. 20 സെലക്ട് ചെയ്യണം. അപ്പോൾ 3 × 20 ഇസ് ഈക്വൽ ടു 60. 6 × 20 120. അപ്പോൾ 3/6 ഇസ് ഈക്വൽ ടു 1/2 അല്ലേ വരെ. അപ്പോൾ ആ റേഷ്യോയ്ക്ക് അനുസരിച്ചുള്ള ഗിയർ നമ്മൾ സെലക്ട് ചെയ്യണു. അങ്ങനെ 60/120 വരും. അപ്പോൾ 60/120. 60 എന്ന് പറയുന്നത് ഇതവിടെ ചിത്രത്തിൽ നോക്കുക. ഡ്രൈവർ 60 ടീത്ത് കൊടുക്കുക, ഡ്രിവൺ 120 ടീത്തും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3 mm പിച്ചുള്ള ത്രെഡ് കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത കണക്ക് ഫൈൻഡ് ദ ചേഞ്ച് ഗിയർ റിക്വയർഡ് ടു കട്ട് 2.5 mm പിച്ച് നമുക്ക് കട്ട് ചെയ്യണം. ലീഡ് സ്ക്രൂ 5 mm പിച്ചാണ്. അതാണ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ പോലെ തന്നെ റേഷ്യോ ഡ്രൈവർ ബൈ ഡ്രിവൺ ഈസ് ഈക്വൽ ടു ലീഡ് ഓഫ് വർക്ക് ബൈ ലീഡ് ഓഫ് സ്ക്രൂ 2.5/5. അപ്പോൾ 20 തന്നെ സെലക്ട് ചെയ്യണു. 2.5/5 × 20. അപ്പോൾ 50 ഡ്രൈവറും 100 ഡ്രിവണും. ഇത്രയൊക്കെയാണ് പ്രിൻസിപ്പിൾ ഓഫ് കട്ടിങ് സ്ക്രൂ ത്രെഡ് ഇൻ സെൻറ്റർ ലെയ്ത്ത് എന്ന ക്ലാസ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ ഇത് കാണുന്ന സമയത്ത് വീഡിയോ കാണുമ്പോൾ അത് പേജ് നമ്പർ 158, 159 അതുകൂടി ഒന്നുകൂടി വായിച്ചു നോക്കുക നല്ലോണം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.